ബസാർ ബിൽസ് ആപ്പ് ഉപയോഗിച്ച് ഡിജിറ്റൽ ഇൻവോയ്സ് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് നമുക്ക് വേഗത്തിൽ നോക്കാം. ഇത് വളരെ എളുപ്പമാണ്. ശരി, ആദ്യഘട്ടം എപ്പോഴും കസ്റ്റമർ ആരംഭിക്കാൻ അവരുടെ വിവരങ്ങൾ ചേർക്കേണ്ടതുണ്ട്. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ ആദ്യം കാണുന്നത് കസ്റ്റമർ ഫീൽഡ് ആണ്. ഓരോ ബില്ലും തുടങ്ങുന്നത് ഇതിലൂടെയാണ്. ഇതിൽ ഏറ്റവും നല്ലതെന്താണെന്നറിയാലോ? ഇത് ചെയ്യാൻ നിങ്ങൾക്ക് 3 എളുപ്പവഴികളുണ്ട്. നിങ്ങളെ കസ്റ്റമർക്ക് ബസാർ ബിൽസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ QR കോഡ് സ്കാൻ ചെയ്യൂ. എളുപ്പം. അവർക്ക് ആപ്പ് ഇല്ലെങ്കിൽ പോലും പ്രശ്നമില്ല. അവരുടെ 10 ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യൂ. അല്ലെങ്കിൽ ഇത് വെറും ക്യാഷ് സെയിൽ ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിനായി മാത്രം റെക്കോർഡ് വേണമെങ്കിൽ അത് ഒഴിവാക്കാൻ പോലും. വളരെ ഫ്ലെക്സിബിൾ അല്ലേ? ശരി, കസ്റ്റമർ ചേർത്തു. ഇനി രണ്ടാം ഘട്ടം ബില്ലില് അയക്കുന്നത് ചേർക്കുക. നിങ്ങൾക്ക് വേഗത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ബാർകോഡ് സ്കാനറാണ് നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ. സത്യത്തില് ഇത് നിങ്ങളെ വളരെ സമയം രക്ഷിച്ചു. ആ സ്കാൻ ബട്ടൺ കാറിലോ അത് കാപ്പി ചെയ്യൂ. മറ്റുള്ളവയിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഐറ്റം ഒന്നിനു ശേഷം മറ്റൊന്ന് പിന്നെയും മറ്റൊന്ന് സ്കാൻ ചെയ്യാം. മടങ്ങിപ്പോണ്ട ആവശ്യമില്ല. ക്യൂ നീളുമ്പോൾ ഇത് പറ്റിയതാണ്. പക്ഷെ ചിലപ്പോൾ ബാർകോഡ് ഇല്ലാത്തതുമല്ലോ. എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണല്ലേ? അതിനായി നിങ്ങൾക്ക് ഐറ്റങ്ങൾ മാനുവലായി ചേർക്കുക. ആഡ് എന്നത് ടാപ്പ് ചെയ്യോ. പിന്നെ ഈ ചെറിയ ഫോം വരും. നിങ്ങൾക്ക് ഐറ്റത്തിന്റെ പേര്, വില, എത്ര എണ്ണം വാങ്ങുന്നു എന്നിങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ടൈപ്പ് ചെയ്യാം. നിങ്ങൾ മുമ്പ് വിൽപ്പന ചെയ്ത ഐറ്റം ആണെങ്കിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായി വരും. പുതിയ ഐറ്റം ആണെങ്കിൽ ഒരിക്കൽ മാത്രം വിവരങ്ങൾ നൽകൂ. അതിനാൽ മതി. ശരി, നിങ്ങളുടെ എല്ലാ ഐറ്റങ്ങളും ബില്ല് ചേർന്നു. പിന്നെ ഡിസ്കൗണ്ട് നൽകുന്നത് എങ്ങനെയാണ്? ഇത് എത്ര എളുപ്പമാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇവിടെയാണ് കൃത്യം. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഡിസ്കൗണ്ട് ടൈപ്പ് ചെയ്യേണ്ടതില്ല. അല്ല, നിങ്ങൾക്ക് മൊത്തം തുകയിലേക്ക് ടാപ്പ് ചെയ്ത് ഉപഭോക്താവിന് നൽകാൻ ആഗ്രഹിക്കുന്ന അന്തിമ വിലയിലേക്ക് മാറ്റാം. അത് നോത്തോ, ആപ്പ് സ്വയമേവ വ്യത്യാസത്തിന് ഡിസ്കൗണ്ട് ലൈൻ ചേർത്ത്. ഇത് വളരെ സ്മാർട്ട്, വേഗം, ക്ലീൻ, കൂടാതെ എല്ലായ്പ്പോഴും ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. ശരി, അന്തിമ ബില്ല് റെഡിയായി. ഇപ്പൊ പണം വാങ്ങാനുള്ള സമയം. ഉപഭോക്താവ് ഉടൻ പണമടയ്ക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു UPI QR കോഡ് ഉണ്ടാക്കാം. സ്ക്രീനിൽ ഈ ചെറിയ വാലറ്റ് ഐക്കൺ കാണുന്നുണ്ടാ? അത് ടാപ്പില്ലു. ഇത്രേ ചെയ്യേണ്ടത്. അവിടെ നിങ്ങളുടെ QR കോഡ് റെഡിയായി. ഏതാണ് ഏറ്റവും നല്ല ഭാഗം? ശരിയായ തുക ഇതിനകം തന്നെ പൂരിപ്പിച്ചിരിക്കണം. നിങ്ങളുടെ ഉപഭോക്താവിന് അത് സ്കാൻ ചെയ്ത് പേ ചെയ്യാനാണ് മാത്രം ചെയ്യേണ്ടത്. അവർക്കൊന്നും ടൈപ്പ് ചെയ്യേണ്ടില്ല. അതിനാൽ പിഴവുകൾ ഉണ്ടാകില്ല. ശരി, അവർ പണം അടച്ചു. ഇപ്പൊ നാം അവസാന ഘട്ടത്തിനാ. ഇത് പൂർത്തിയാക്കി ഇൻവോയ്സ് ആയിട്ടാം. ഇപ്പോ നിങ്ങൾ കംപ്ലീറ്റ് എന്നതൊരു ടാപ്പ് ചെയ്താൽ പിന്നിൽ കുറേ കാര്യങ്ങൾ സ്വയമേവ നടക്കും. നിങ്ങൾ ഓഫ്ലൈൻ ആണെങ്കിൽ പോലും പ്രശ്നമില്ല. അത് സേവ് ചെയ്ത് നിങ്ങൾ വീണ്ടും ഓൺലൈനായി അയക്കും. ബില്ലിന് അതിന്റെ സ്വന്തം യൂണീക്ക് നമ്പർ നൽകും. ഇതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ ഉപഭോക്താവിന് ഉടൻ തന്നെ അറിയിപ്പ് ലഭിക്കും, അവരുടെ ആപ്പിലോ വാട്സാപ്പിലോ. നിങ്ങൾക്ക് ഈ സ്ഥിരീകരണം കാണാം. ഇൻവോയ്സ് സേവ് ചെയ്തോ. അവസാനം അത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം കഴിഞ്ഞോ? മുഴുവൻ പ്രക്രിയയും ഡിജിറ്റലാണ്. പേപ്പർ ഒന്നുമില്ല. അത്യന്ത വേഗത്തില്. ഇതിൽ കണ്ടാൽ അത്ഭുതപ്പെടുമല്ലേ? ഇത്ര വേഗത്തിൽ ചെയ്യാവുന്നൊരു കാര്യം നിങ്ങളെ ബിസിനസ്സിന് ഓരോ ദിവസവും എത്ര സമയം ലാഭിക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ?